ആക്ച്വലി ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടില്ല എന്താണ് വീഡിയോ എന്നുള്ളത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വ്ളോഗ് ബൈ സ്നേഹ. ഞാൻ എൻ്റെ പേരൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ എന്നൊന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല പേര് മാറ്റിയത്. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ കുറേ ആയില്ലേ നമ്മളിങ്ങനെ നിന്ന് സംസാരിക്കുന്നു. ഞാനിപ്പോൾ കുറേ ആയി ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ അധികം ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്യണോണ്ട് എനിക്ക് വ്ളോഗ് എടുക്കണമല്ലോ എന്നുള്ള ആ ഒരു മൈൻഡ് വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഷോർട്സ് എടുക്കണം ഈ ഒരു മൈൻഡാണ് വരുന്നത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് വ്ളോഗ് ബൈ സ്നേഹ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് താഴെ അത് കമൻറ്റ് ചെയ്യുക, ഏതാ നല്ലതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയും കൂടെ വന്നിട്ട് പറയാം. കമോൺ, നിങ്ങൾ ഇവിടക്കണം. ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രണ്ടാളും കൂടെ കണ്ണടയ്ക്കണ്ടാവും. ഇത് ഇത്തത് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഡേ റൂട്ടീൻ പറയാൻ പോവാ. കുറേ ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഞാനൊരു ദിവസം എന്തൊക്കെ ചെയ്യുന്നെന്ന് പറയാൻ വേണ്ടിട്ട്. അപ്പൊ ആ ഒരു വീഡിയോ ആണിത്. അത് മാത്രല്ല ഞങ്ങളൊരു ഇതിലെ CV-ക്കും ആവശ്യമുണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നിക്കണം, കുറച്ച് സ്റ്റാൻഡേർഡിൽ നിൽക്കണേ, കോമഡി ആക്കരുത്. അപ്പോൾ ഞാനൊരു രാവിലെ ഒരു 6 o'clock എന്നും എണീക്കാറുണ്ട്. എനിക്ക് രാവിലെ എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കോമഡി ആക്കില്ല. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഇതിലേക്ക് നോക്കി ശരിക്കും ഇങ്ങനെ പറയണൊക്കെ സത്യമാണെന്ന് വെച്ച് നിൽക്കുകയും വ്ളോഗിലും കൂടെ ആഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. എനിക്കൊരു ദിക്കും കൂടെ അയച്ചു കൊടുക്കണം. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ 6 o'clock ഡേ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. 6 മണിക്ക് എണീറ്റ് ശീലമായതുകൊണ്ട് ഞാനിപ്പോ അലാറം വെക്കാതെ ഞാൻ 6 മണിക്ക് എണീക്കും അല്ലേ. അല്ല, 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്ന് വേഗം പോയി കുളിക്കും. ഡെയിലി കുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ ഭയങ്കര ഡാമേജ് ആവും. മാത്രമല്ല ഒരു തറവാട്ട് പറഞ്ഞ പെൺകുട്ടികൾ ഡെയിലി കുളിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ ഡെയിലി കുളിക്കാറുണ്ട്. ചിരിക്കല്ലേ, അപ്പൊ ഓൽക്ക് മനസ്സിലാവില്ല നോണേ പറയണേന്ന്. ചിരിക്കരുത്. മണിക്ക് എണീറ്റ് ശീലമായതുകൊണ്ട് തന്നെ ഇപ്പൊ എന്ന് കുളിച്ചിട്ട് ഞാനാണ് വിളക്കൊക്കെ കത്തിച്ച് കുറച്ചേരം നാമൊക്കെ ധരിപ്പിച്ച് പക്ക ഒരു നാടൻ പെൺകുട്ടി ആ ഒരു സ്റ്റൈലിലാണ് ഇപ്പൊ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എനിക്ക് ഒരു 7 മണി 7:15 ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യാറ്? പിന്നെ അടുക്കളയ്ക്ക് വരും. അടുക്കളയ്ക്ക് വന്നിട്ട് A to Z പണി ചെയ്യാറുണ്ട്. എന്താ പറയുക, അമ്മ അപ്പൊക്ക് എണീറ്റ് വരാറുള്ളൂ. അമ്മ 6 മണി 6:30 ആവും എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ എണീറ്റ് കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ ഇവിടെ സിറ്റ് ഔട്ടൊക്കെ അടിച്ച് വാരി തുടച്ച് വിളക്കൊക്കെ കത്തിച്ച് എല്ലാ പണിയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാനാണ് ഇപ്പോൾ ഈ വീട്ടിൽ എന്ത് ചെയ്യാറ്, ചോറിന് വെള്ളം വെക്കാറ്. ഞാൻ വെള്ളം വെക്കാതെ ഇവിടെ ചോറ് വേവാറില്ല അല്ലേ. അങ്ങനെയാണ്. ഒന്നുകൂടെ ഉറക്കെ പറയും. ഞാൻ നീറ്റ് വരുമ്പോഴേക്ക് തീക്കൂട്ടി ചോറിന് വെള്ളം വെക്കും. അപ്പോൾ അങ്ങനെയാണ്. മോർണിംഗിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ വെറുതെ ഇരുന്ന് TV ഒക്കെ കാണും. പിന്നെ നമ്മളെ പ്രായത്തിലുള്ളവർ അങ്ങനെയൊക്കെ ആണല്ലോ, കുറച്ച് ടൈം TV ഒക്കെ കാണും. എന്താ പറയാ പിന്നെന്ത് ചെയ്യാം, തഗ്ഗടിക്കണ അങ്ങനെ നോക്കി ചിരിക്കല്ലേ. ഞാൻ ശരിക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അടിച്ചു വരും, തുടയ്ക്കും. അത് ഒരു 8 മണീൻ്റെ ഉള്ളിൽ അത് ഇവിടെ എന്തായാലും കഴിയും. കാരണം 8 മണിക്ക് ശേഷം ഇവിടെ ചൂലിടാൻ പറ്റില്ല രാവിലെ തന്നെ. കാരണം പിന്നെ പച്ചക്കറി അരിയാൻ കൊടുത്തരും അടുക്കളയില്. പിന്നെന്താ പോകാനാകുമ്പോഴേക്ക് പിന്നെ പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് അതൊക്കെ കഴുകി വയ്ക്കും.
ഇവിടെ വീട്ടിലത്തെ ഒരുവിധം എല്ലാ പണിയും, അതായത് A to Z പണി അമ്മ വെറുതെ ഇങ്ങനെ നോക്കി ചിലപ്പോൾ ഇങ്ങനെ പറയാം അതെടുക്ക് ഇതെടുക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും. കുറച്ച് കമ്മി ചെയ്യും കേട്ടോ, അമ്മ ചെയ്യൂല എന്നല്ല, കുറച്ച് കമ്മി ചെയ്യാറുണ്ട്. തുണി ഉണ്ടെങ്കിൽ അതെടുത്ത് തുണിയുണ്ട്. അല്ല ഞാൻ ഇന്റെ കുറച്ചൊക്കെ ഞാൻ തിരുമ്പല, ഞാൻ അങ്ങനത്തെ എന്താ പറയാ ഭയങ്കര മോശമായിട്ടുള്ള തുണി മാത്രമേ വാഷിംഗ് മെഷീനിൽ ഇടാറുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തിരുമ്പാറാണ്. ഇങ്ങനെ കയ്യിൽ പിടിച്ച് കുത്തിയിട്ട് ഇങ്ങനെ തിരുമ്പലല്ലേ അല്ലേ? എത്ര എടുത്താൽ നല്ലൊരു കുടുംബത്തേക്ക് പോവാന്നൊക്കെയാണ് അമ്മ പറയാറ് അല്ലേ? എത്ര എടുത്താ പോരെ? രാവിലെ 6 മണിക്ക് എണീക്കുക, നാമൊക്കെ പിന്നെയും നാമൊക്കെ ജപിച്ച് നല്ല ഭക്തിയുള്ള ആളായതുകൊണ്ട്, അത്യാവശ്യം ഭക്തിയില്ലേ എനിക്ക്, നല്ല ഭക്തിയുള്ള ആളായതുകൊണ്ട് എപ്പോഴും നാമം ജപിക്കാറുണ്ട്. അതിപ്പോൾ ഇനി ഉച്ചയാണോ രാവിലെയാണോ വൈകിട്ടാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല, എപ്പോഴും നാമം ജപിക്കും. പിന്നെ അത് കഴിഞ്ഞ് കിടക്കണമെങ്കിൽ ഒരു 11 മണി 11:30 ആവും. അമ്മ പിന്നെ 10 മണിയാകുമ്പോഴേക്കും അമ്മ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു റൂട്ടീൻ. ഇപ്പം ഇതിൽ കുറേ ഞാൻ അമ്മേൻ്റെ റൂട്ടീനും കൂടെ അല്ലേ പറഞ്ഞു, അമ്മേൻ്റെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, എൻ്റെത് മാത്രം എടുക്കുക. അപ്പം ഇത്രയും നല്ല ഇങ്ങനത്തെ മക്കൾ ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മക്കളൊന്നും ഉണ്ടാവില്ല. അതിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.